ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ ഇടുക്കിയിലാണുള്ളത്. ഇടുക്കിയിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ജിജോടെ ഹോം സ്റ്റേയിൽ സ്റ്റേ ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ വീട് വരെ ഉണ്ടാ, അല്ലാണ്ട് അതിൻ്റെ പ്രൊമോഷൻ കൊടുക്കണമല്ല. നേരെ മറിച്ച് നിങ്ങൾ ഇടുക്കി കാൽവരി മൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ജിജോടെ ഹോം സ്റ്റേയിലേക്ക്. പിന്നെ റീസണബിൾ പ്രൈസാണ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവിടെ അല്ലേ ചെല്ലാം, ആർക്കും ചെല്ലാം. പിന്നെ ജിജോടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതല്ല, ഹൈ ലെവൽ റൂംസ് വേണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാം. ഉണ്ട്. താളെ വിളിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിലാണ് നമ്പർ ചെയ്ത് ഏത് രീതിയിലുള്ള റൂംസ് ആണോ അത് വേണം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ അവിടെ നിന്ന് പോകുന്ന റൂട്ട് പറഞ്ഞു വൺ ഡേ ട്രിപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, വന്ന് തിരിച്ചു പോകുന്നതനുസരിച്ച് വിളിച്ചാൽ പോലും വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കാം. വഴി കാഴ്ചകൾ, സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 ദിവസമായിട്ട് തന്നെ ജിജോയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ തൊട്ടിപ്പുറത്തൊരു ടീ ഫാക്ടറി ഉണ്ടെന്ന് കേട്ട്. ഇത് കണ്ട ജീവൻ ടീ ഫാക്ടറി. അപ്പോൾ ഇതൊന്ന് നമുക്ക് കാണുകയും വേണം, നിങ്ങളെയും കൂടി കാണിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വരുന്ന ആൾക്കാർക്ക് ഇവിടെ കയറി കാണാൻ പറ്റും, കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കയറി ടീ അരിക്കുന്നത് അത് കാൽവരി മൗണ്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ ഇത് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ റേറ്റ് കുറവുണ്ടാവും. പിന്നെ ഇവിടെയുള്ളവരുടെ കളക്ട് ചെയ്യണം. ഇവിടെയുള്ള കൃഷിക്കാരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ചായപ്പൊടിയാണ്. ചായയല്ല, അതായത് തേയിലയെന്ന് ഇവർ വാങ്ങിക്കുന്നതാണ്. വാങ്ങിച്ച് ഇവിടെ തന്നെ റെഡിയാക്കി എടുക്കുന്നത്. അല്ലാതെ വലിയ തോട്ടം മേഖലയിൽ നിന്ന് വരുന്ന സംഭവമൊന്നുമല്ല. സാധാ കൃഷിക്കാരിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് ഇവിടുന്ന് നമുക്കൊന്ന് കാണാം. അല്ലെങ്കിൽ അവരത് അല്ലാത്ത ഓപ്ഷനിലേക്ക് വിടും. ഹോൾസെയിൽ റേറ്റിൽ തന്നെ ഇവിടെ നമുക്ക്. ഓക്കെ, അപ്പോൾ കാൽവരി മൗണ്ട് കാണാൻ പറ്റുന്നവർക്ക് ടീ ഫാക്ടറി ആണെങ്കിൽ ഇങ്ങോട്ട് വരാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, ജിജോയുടെ നമ്പറും കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജിജോ എറണാകുളത്ത് തന്നെ ഉള്ളതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു വണ്ടിക്ക് വരണമെങ്കിൽ ഇതിൽ പോന്നാൽ മതി ധൈര്യമായിട്ട്. തൊട്ടടുത്താണ് ആളുള്ള വീട്. അവിടെ റൂംസും ഉണ്ട് വീടിനോട് ചേർന്ന് തന്നെ. ഞാൻ അവിടെ ആയിരുന്നു. അപ്പോൾ ആയിക്കോട്ടെ, നമുക്ക് അടുത്ത് കയറി കാണാലോ. കാണാം വാ. നമ്മളിപ്പോൾ അവിടെ നിന്ന് കയറി വന്നത് ഫാക്ടറിക്കാരന് ഓടിച്ചിട്ട് കാണിച്ചിരുന്നു. അപ്പുറത്തൊരു മീൻ കുളം ഉണ്ടായിരുന്നു, അതുപോലെ ഇവിടെ ഉണ്ട്. ഇത് പാറ പൊടിച്ചാണ്. പാറ പൊട്ടിച്ച് ഇവിടുത്തെ പണിയൊക്കെ ആയിട്ട് കല്ല് പൊട്ടിച്ചെടുത്താണ്. ആ കുളത്ത് അതിന് മീൻവളത്തിലുമായിട്ട് സംഭവമായിട്ട് ബന്ധപ്പെട്ട് കുളമാക്കി മാറ്റി. നല്ല രസമുണ്ട് കേട്ടോ. നോക്കി മീനുണ്ടായില്ല. അയ്യോ, നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം വ്യക്തമാകുമെന്ന് എനിക്ക് നോക്കാം. അതെ. ഇത് ഇഞ്ചിയാണോ? ഓക്കെ. ഇതുണ്ട്, ഇവിടെ നല്ലൊരു വ്യൂ ഒന്ന് കാണിച്ചു തരട്ടെ. ഇവിടെയാണ് അതിനകത്ത് വർക്കുകളൊക്കെ ഉണ്ട്, അത് കാണിച്ചിരുന്നത്. ഇവിടുത്തെ വ്യൂ അടിപൊളിയിൽ നോക്കി. പിന്നെ ജീവൻ ടീ എന്നാണ് ഈ ഫാക്ടറിയുടെ പേര്. പിന്നെ വേറൊരു കാര്യം, ജീവൻ ടീ ആ പേരിലാണല്ലോ ചായല പോണ. പിന്നെ ഒരു കാര്യം, ഞായറാഴ്ച വർക്കിംഗ് അല്ലല്ലോ. ഈ പ്രദേശത്ത് ചായപ്പൊടി കിട്ടുള്ളൂ, ഈ പ്രദേശത്തുള്ളൂ, എല്ലായിടത്തും കിട്ടൂല അത്. ഓക്കെ. പിന്നെ ഞായറാഴ്ച അവധിയാണ്. ഞായറാഴ്ച ദിവസം ഇവിടെ സ്റ്റാഫുകൾ ഉണ്ടാവില്ലല്ലോ, കാരണം ഓഫ് ഡേ അല്ലേ. അതായത് നിങ്ങൾ വിസിറ്റിങ്ങിന് വേണമെങ്കിൽ സൺഡേ വരരുത് എന്നുള്ളതാണ് ഉദ്ദേശം. സൺഡേ അവധി ആയിരിക്കും. അപ്പോൾ ശനിയാഴ്ചയോ വെള്ളിയാഴ്ച ഇടവസങ്ങളൊക്കെ ആണെങ്കിലും ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാൽവരി മൗണ്ടിലേക്ക് വന്നെങ്കിൽ ആദ്യം തന്നെ ഇത് വിസിറ്റ് ചെയ്യുക. കാരണം രാവിലെയാണ് വന്നെങ്കിൽ അല്ലേ, രാവിലെ ജോലിക്കാർ വരുമ്പോൾ 8 മണിയാവും. ഒരു 9:30-10 മണിയോട് കൂടിയിട്ട് സംഭവം ഓപ്പൺ ആയിട്ട് നമുക്ക് ഫുള്ളിലേക്ക്. ഞാൻ പറഞ്ഞ രാവിലെ തന്നെ ഇവിടെ ചിലവഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയാൽ പിന്നെ അവർക്ക് ഫ്രീ ആയിട്ട് പറ്റുന്നെങ്കിൽ അവിടെ കയറി കണ്ടിട്ട് പോരുക. ഒരു 10 മണി വെളുപ്പിനാണെങ്കിൽ 10 മണി കഴിഞ്ഞിട്ട് കൊണ്ട് വരുന്നതാണ് ഏറ്റവും ബെറ്റർ. 10 മണി കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് 10 മണിക്ക് ഒരു 5 മണിക്ക് അടക്കായിട്ട് നമുക്ക് ഫുള്ളായിട്ട് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ആ കാഴ്ച കാണാൻ ടീ ഫാക്ടറിയുടെ അകത്തേക്ക് കയറണേണ്ടാ. ആദ്യം ലീഫ് കൊണ്ടുവന്നിട്ട് ശേഷം ഇന്നലെ വരുന്ന ലീഫാണ് ഇന്ന് അരയ്ക്കുന്നത്. ഇന്ന് വരുന്ന ലീഫ് നാളെ അരയ്ക്കും. അപ്പോൾ ഇന്നലെ വരുന്ന ലീഫ് ഈ സർഫയിലിട്ട് വാടി കഴിയുമ്പം ഇന്ന് അരയ്ക്കും. കാണിച്ചോട്ടെ. അല്ല, തണുപ്പല്ല. അവിടെ ഇതാണ് ടർഫ് എന്ന് പറയുന്നത്. ഇതൊരു 3000 കിലോ കൊളുന്ന 4000 കിലോ കൊളുന്നിടാം ഒരെണ്ണത്തിൽ. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് 50 HP മോട്ടറുണ്ട്. അതിനകത്ത് ചൂട് എയർ ഇതിനകത്തോട്ട് കയറ്റി വിടും. അപ്പോൾ ഇത് വാടിക്കഴിഞ്ഞാണ് പിറ്റേ ദിവസമാണ് അരയ്ക്കുന്നത്. ഇപ്പം അത് അതിൻ്റെ അടിയിൽ അള്ളറുണ്ട്. അള്ളറിലേക്ക് പോവാം. നമ്മൾ ബാക്കി താഴെയാ. പ്രോസസിങ് ഇത് മാത്രമേ ഉള്ളൂ. ഇനി താഴോട്ട് പോവാം.
തലേ ദിവസം അവിടെ ഇട്ടതിന് ശേഷം അതൊന്ന് വാടിയതിന് ശേഷം അതിപ്പോൾ മെഷീനിലേക്ക് പോകണമെന്ന് പറയണം താഴത്തേക്ക്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കട്ടിങ്, ഇത് റോട്ടർമാൻ കട്ടിങ്, സെക്കൻഡ് കട്ടിങ്. പിന്നെ ഇത് മൂന്നാമത്തെ കട്ടിങ്, 4, 5, 6, 7 കട്ടിങ്ങാണ്. 7 കട്ടിങ് എന്ന് പറയുമ്പം 14 ഗ്രേഡ് ചായയാണ് കിട്ടുന്നത്. ഗ്രേഡ് ചായ എല്ലാം ഗ്രേഡായിട്ടാണ് കിട്ടുന്നത്. ഇത് പിന്നെ ഈ ഒരെണ്ണത്തിന് ഏതാണ്ട് ഒരു 90,000 രൂപ വില വരുന്നതാണ്. ഇത് കൊണ്ട് ഒരു 40 എണ്ണമായാലും വേണം ഒരു ഫാക്ടറി പ്രവർത്തിക്കണമെങ്കിൽ. അപ്പോൾ ഇത് 75,000 കിലോ കൊളുന്ത് വെട്ടാം. അത് കഴിയുമ്പോൾ അത് ഊരി എടുത്തിട്ട് അടുത്തത് കയറ്റണം. ഇതെല്ലാം ഈ റോളർ ഒരുപോലെ ഇരിക്കുമെങ്കിലും ഇതിൻ്റെ വെട്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് വിവിധ ഗ്രേഡുകൾ ചായ കിട്ടുന്നത്. ആ, ഇത് ഈർപ്പമുണ്ട്. ഇതിനകത്ത് വന്ന ഫെർമെൻറ്റേഷൻ ഡ്രം ഇതാണ്. ഫെർമെൻറ്റേഷൻ ഡ്രമ്മിനകത്ത് വന്ന 1.5 മണിക്കൂർ നേരം കിടക്കും, 90 മിനിറ്റ്. അപ്പോൾ ഈ ഇല അരിക്കുമ്പോൾ അതിൻ്റെ ഈർപ്പം ഉള്ളതുകൊണ്ട് അവിടുന്ന് ചൂട് എയർ ഇതിനകത്തോട്ട് കൊടുക്കും. എന്നിട്ട് അത് വലിച്ച് പുറത്ത് കളയും. അത് കഴിയുമ്പോൾ അത് ഡ്രൈ ആകും. ഡ്രൈ ആയിട്ടാണ് ഡ്രയറിലേക്ക് ചെല്ലുന്നത്. നമ്മൾ എയർ ഇതിനകത്തോട്ട് കൊടുക്കും. എയർ ഇതിനകത്തോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഈർപ്പം വലിച്ച് അതിലൂടെ പുറത്ത് കളയും. അത് കഴിയുമ്പോൾ ഡ്രൈ ആയി കഴിയുമ്പോൾ അവിടെ നനഞ്ഞിരുന്ന സാധനം ഇവിടെ വന്നു കഴിയുമ്പോൾ അത് നല്ല പൗഡർ പോലെ ഇത് കട്ടയൊക്കെ അരിച്ചെടുക്കുന്നതാണ്. അരിച്ചെടുത്ത് എന്നിട്ട് നല്ലപോലെ അരിച്ച് കഴിയുമ്പം ഇതിലൂടെ ഇറങ്ങി ഇതിലൂടെ വന്ന് ഇതാണ് ഡ്രയർ. ഇത് അതിലൂടെ ചെന്ന് അങ്ങേയറ്റത്ത് വീഴുന്ന പൊടി 18 മിനിറ്റ് കൊണ്ട് ഇത് അതിലോട്ട് ചെല്ലുന്ന പൊടി 20 മിനിറ്റ് കൊണ്ടാണ്. അവിടെ അങ്ങേയറ്റത്ത് വീഴുന്ന പൊടി 20 മിനിറ്റ് കൊണ്ടാണ് ഇവിടെ വരുന്നത്. അല്ലാതെ അവിടെ വീഴുന്ന പൊടി അന്നേരം ഇങ്ങോട്ട് വരികയല്ല. അതിങ്ങനെ ഏതാണ്ട് 270, 250 ഡിഗ്രിയിലാണ് ഇത് വറക്കുന്നത്, ചൂട്. അതിൻ്റെ മെയിൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കാരണമാണ് തേയിലപ്പൊടി ഒരിക്കലും കേടായില്ലാത്തത്. ഇത്ര ഹൈ വോൾട്ടേജിലാണ് ഇത് വറക്കുന്നത്. അവിടെ വീഴുന്ന പൊടി 20 മിനിറ്റ് എടുത്താണ് ഇവിടെ വരുന്നത്. ഇത് 1 മണിക്കൂറിൽ 300 കിലോ പൊടി വറുത്ത് കയറി പോകുന്നത്.
ഇത് പിന്നെ ഫൈബർ കണ്ടന്റാണ്. അതുകൊണ്ടല്ലോ നമുക്ക് ചായക്ക് മണം രുചി എല്ലാം കിട്ടുള്ളൂ. ഇത് ഇതിൻ്റെ 5 കിലോ കൊളുന്തിൽ നിന്ന് ഞാൻ പറയാം 5 കിലോ കൊളുന്തിൽ നിന്ന് 1 കിലോ പൊടിയേ കിട്ടുള്ളൂ. ആദ്യം 400 ഗ്രാം സെയിലബിൾ ടീ, ബാക്കി 600 ഗ്രാം RC എന്ന് പറയുന്ന റീസൈക്ലിംഗ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 600 ഗ്രാം ഈ ഫൈബർ കണ്ടൻറ്റാണ്. ഇത് നമ്മുടെ മില്ലിൽ പൊടിച്ചിട്ട് പിറ്റേ ദിവസത്തെ ഇലയുടെ കൂട്ടത്തിൽ നിശ്ചിത അനുപാതത്തിൽ കയറ്റി വിടുമ്പോഴാണ് ഈ 5 കിലോ കൊളുന്തിൽ നിന്ന് 1 കിലോ പൊടി കിട്ടുന്നത്. ഈ RC കയറ്റി വിട്ടാൽ മാത്രം നമുക്ക് ചായക്ക് കളറ്, മണം, രുചി, കടുപ്പം ഇതെല്ലാം കിട്ടുള്ളൂ. ഇതിങ്ങനെ അതിലൂടെ വറുത്ത് കയറി എല്ലാ ഗ്രേഡ് ചായയോടെ ഒന്നിച്ചാണ് വറുത്ത് കയറി പോകുന്നത്. ഇത് ഗ്രേഡിംഗ് സെൻറ്ററിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ഇവിടെ വരുന്നിടം വരെ പൊടി പച്ചയാണ്. ഇവിടെ ഇറങ്ങുന്ന പൊടിയാണ് 20 മിനിറ്റ് കൊണ്ട് അവിടെ ചെല്ലുന്നത്. അല്ല ഇവിടെ ഇറങ്ങുന്ന പൊടി അന്നേരം അവിടെ ചെല്ലിയല്ല, ഇങ്ങനെ 270 ഡിഗ്രിയിൽ ആണ് ഇത് പയ്യെ തിളച്ച് അങ്ങേറ്റത്തെയാണ്. പിന്നെ ഇതിന് വിറകും വേണം, കറണ്ടും വേണം. ഇനി ഇതാണ് വിറകിടുന്ന അടുപ്പ്. ഇത് ഒരു പിന്നെ പുതിയ അടുപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 35 ലക്ഷം രൂപ 40 ലക്ഷം രൂപ ആവും ഇതിൻ്റെ എക്സ്പെൻസ്. ഇത് ചാരം അതിനടിയിൽ വീഴും. പുക ഇതിനകത്ത് ഫാനുണ്ട്, നമ്മൾ നിൽക്കുന്നതിലൂടെ പൈപ്പുണ്ട്. എന്നിട്ട് ആ ജനറേറ്റർ വഴി പുക ഒരു 50 മീറ്റർ അപ്പുറത്താണ് പോയി പുക പോകുന്നത്. ആ ചൂട് മാത്രം പുക അങ്ങോട്ട് പോയാൽ പൊടിക്ക് പുകച്ചവ വരും. ഇവിടെ 300 ഡിഗ്രി കാണിക്കുമ്പോഴാണ് ഇത് കാണിക്കുമ്പോഴാണ് അവിടെ 270 280 ഡിഗ്രി കാണിക്കുന്നത്. ഇത് 35 ലക്ഷം രൂപ ഉണ്ടല്ലേ? ഇതിനകത്ത് മുഴുവൻ കാസ്റ്റേണ്ട പൈപ്പുകളാണ്. അവിടുന്ന് വറുത്തിറങ്ങുന്ന സാധനം ഇവിടെ വന്നു കഴിയുമ്പോൾ രണ്ടായിട്ട് തിരിയും. ഈ 14 ഗ്രാം അവിടെ 7 കട്ടിങ് എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് അത് ഇവിടെ വന്നു കഴിയുമ്പോൾ രണ്ടായിട്ട് തിരിയും. അത് ഗ്രാനുവൽസ് ഗ്രേഡും ഇത് ഡസ്റ്റ് ഗ്രേഡും. വീണ്ടും അത് ഇവിടെ വന്നു കഴിയുമ്പം ഈ ഡസ്റ്റ് ഗ്രേഡ് ഇങ്ങനെ 8 എണ്ണം ഉണ്ട്. അതിങ്ങനെ ഇതിനെല്ലാം പേരുണ്ട്. SFD, SRD, RD, PD, GD അങ്ങനെ വിവിധ ഗ്രേഡുകളാണ്. 8 ഗ്രേഡ്. ഇതിലേതെങ്കിലും ഒരു ഗ്രേഡ് എടുത്ത് നമുക്ക് ചായ കുടിക്കാൻ ടേസ്റ്റ് വരികയില്ല. അപ്പം ഇത് ഇവിടെ സാധാരണ ഇത് 2500 കിലോ ആണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ SFD ഇത്ര കിലോ, SRD ഇത്ര കിലോ, RD ഇത്ര കിലോ, PD ഇത്ര കിലോ, GD ഇത്ര കിലോ അങ്ങനെ നിശ്ചിത അനുപാതത്തിൽ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ കുടിക്കുന്ന ചായ ഉണ്ടാകുന്നത്. ഏറ്റവും അങ്ങേയറ്റത്ത് വീഴുന്നത് ഏറ്റവും നൈസ് പൊടി. അത് കഴിഞ്ഞ് തരി കൂടി ഇങ്ങനെ വരും. അതെല്ലാം ഗ്രാനുവൽസ് ഗ്രേഡ്. അതായത് തരി ലീഫ് ഗ്രേഡ് ടീ. ഇതാണ് ലീഫ് ഗ്രേഡ് ടീ എന്ന് പറയുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് 2 മിനിറ്റ് നേരം തിളയ്ക്കണം. അപ്പം നല്ല ടേസ്റ്റാണിത്.
ഇതിലാണ് അത് തിരിഞ്ഞ് വരുന്നത്. ഏറ്റവും കൂടിയുള്ള ഭാഗം ഏറ്റവും കനം കൂടിയത് ഇത്. ഇവിടെ ഇങ്ങനെ എന്നിട്ട് കനം കുറഞ്ഞ് അവിടെ ഏറ്റവും നൈസ് പൊടി അവിടെ ഇതിങ്ങനെ. ഇത് പിന്നെ ഇത് ഗ്രേഡ് തിരിച്ചെടുക്കുന്നതാണ്. ഇത് എയർ മുഖേന ഗ്രേഡ് തിരിച്ചെടുക്കുന്നതാണ്. ഇതിനകത്ത് POP അല്ലേ, POP PF. ഇതാണ് ബക്കറ്റ് അല്ലേ? ഇതിലിട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് 100 ഗ്രാം. അത് 500 ഗ്രാം, ഇത് 250 ഗ്രാം. ഇത് 100 ഗ്രാമിൻ്റെ. ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. അതവിടെ പോയി വേണേ എടുക്കാം. സോറി, ബേബി എന്നല്ല ചേട്ടൻ്റെ പേര്. പിന്നെ ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി, ഞാനും പേര് ചോദിച്ചില്ല. എൻ്റെ പേര് തോമസ് ചേട്ടൻ ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് വിളിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. വളരെ സന്തോഷം. താങ്ക് യു. ഇത് ടിന്നിലാക്കുന്ന സെക്ഷനാണല്ലേ? ടിന്ന്. ഇവിടെ ചെറിയൊരു നിങ്ങളോട് വിസിറ്റിങ്ങിന് വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞില്ല, കാൽവരി കൊണ്ട് കാണാൻ വരുമ്പോൾ. അതുപോലെ ഇവിടെ ചെറിയൊരു ഒരു സ്റ്റോർ ഔദ്യോഗിക ഔട്ട്ലെറ്റ് ഇതാണല്ലേ? ഓക്കെ. ഇവിടെ ഹോൾസെയിൽ വിലയ്ക്ക് കൊടുക്കും. വില കൂടെ കാണിച്ചേ, കിടക്കുന്ന വില കൊടുക്കുന്ന വില കൂടെ നമ്മൾ പറഞ്ഞത് കറക്റ്റായിട്ട് കിട്ടിക്കോളും അല്ലേ? ഇതിന്റെ പ്രിന്റുകൾ കൊടുത്തായിരുന്നു 320 ഇതിന്റെ പ്രൈസ്. നമ്മൾ വിൽക്കുന്ന 220, 100 രൂപ കുറച്ചിട്ടാണല്ലേ? ഹോൾസെയിൽ റേറ്റിൽ ഇവിടെ കിട്ടും. ഇപ്പം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അങ്ങനെയും ഗുണങ്ങളുണ്ട്. അതെ, എല്ലാവിധ ഫാക്ടറിയും കാണാം, ചായപ്പൊടിയും മേടിച്ച് വീട്ടിൽ പോകും. നല്ല ചായപ്പൊടി, നല്ല ഓർഗാനിക്. അതെ, അതാണ്. ഇവിടെ ഈ ചെറുകിട കൃഷിക്കാരായതുകൊണ്ട് എല്ലാം ഓർഗാനിക്കാണ്. മറ്റേ എസ്റ്റേറ്റ് മേഖല പോലെ ഈ വൻ കീടനാശിനിയൊന്നും അടിക്കുന്നില്ലല്ലോ. ഇവിടെ നാച്ചുറലായിട്ട് ഒരു എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ കൊളുന്തെടുത്ത് കഴിഞ്ഞ് 20 ദിവസം കഴിയുമ്പോൾ അടുത്ത കൊളുന്തെടുക്കും. ഇവിടെ കൊളുന്തെടുത്ത് കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞാണ് കൃഷിക്കാർ കൊളുന്തെടുക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഈ ചാണകവെള്ളം, ജൈവ കീടനാശിനിയൊക്കെ ഉപയോഗിച്ച് മാത്രം. അത് കാരണം ഇവിടുത്തെ കാൽവരി ടീ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഓർഗാനിക് ടീയുടെ കാൽവരി ടീ തന്നെയാണ് ജീവൻ ടീ. എന്തായാലും സന്തോഷം. തോമസ് ഏട്ടനുണ്ടായതാണ് നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ സൗണ്ടിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, മിഷ്യൻ്റെ സൗണ്ട് കേട്ടില്ല. അപ്പോൾ എന്തായാലും സന്തോഷം ചേട്ടാ, കാണാം. ഓക്കെ, താങ്ക് യു. പേരെങ്ങനെയാ? ഞാൻ ജോർജ് ആൻ്റണി. ജോർജ് ആൻ്റണി. തോമസ് ചേട്ടൻ നിന്നോ പോലെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കാണിക്കുക. പിന്നെ എന്താ പറയാനുള്ളത്? വേറെ പറയണ്ട. അടുത്ത അടിപൊളി സ്ഥലത്തേക്കാണ് അടുത്ത് പോകുന്നത്. അടുത്ത് ഇടുക്കിയിലെ കുറേ വിശേഷങ്ങൾ വരാനുണ്ട്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയി അടുത്ത സ്ഥലത്തേക്ക് പോകണേ. അല്ല, പിന്നെ ജീവൻ ടീയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര പ്രത്യേകതകളുണ്ട്. കാരണം വെച്ചാൽ ഇന്ന് വിപണിയിൽ ഏറ്റവും കൂടുതൽ മായമുള്ള സാധനമാണ് തേയിലപ്പൊടി. പക്ഷേ ജീവൻ ടീ എന്ന് പറയുന്നത് നമുക്ക് യാതൊരു കെമിക്കലോ എസൻസോ കൃത്രിമമായിട്ട് യാതൊരുവിധ ഐറ്റംസും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഇത് ഇടുക്കി രൂപത നടത്തുന്ന സ്ഥാപനമാണ്. ഇതിൻ്റെ ഡയറക്ടർ ഫാദർ ബിനോയ് തേനമാക്കൽ എന്ന് പറയുന്ന അച്ഛനാണ്. ഇതിൻ്റെ മാർക്കറ്റിംഗ് മാനേജർ ഫാദർ ജോസഫ് കൊല്ലക്കൊമ്പിൽ എന്ന് പറയുന്ന അച്ഛനാണ്. അത് കാരണം ജീവൻ ടീ ഉപയോഗിക്കൂ, ആരോഗ്യം നിലനിർത്തൂ. അതാണ് പരസ്യമായിട്ട് അങ്ങനെ വിളിച്ചു പറയുമ്പോൾ ശ്രദ്ധിക്കണം. അത് കാരണം അത്രയും ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്, അല്ലാണ്ട് വിളിച്ചു പറയില്ല. ചായ കുടിക്കുന്നുള്ള ഗുണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചായ കുടിക്കുന്നതിനുള്ള ഗുണങ്ങൾ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.